മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പഠിക്കാൻ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതും പാടുന്നതും അവിടത്തേക്ക് ഉള്ള ഖിദ്മത്തിൻ്റെ ഭാഗമാണ്. ഖദംതുഹു ബിമദീഹിൻ എന്ന ബുർദയിൽ ഒരു ഭാഗം കാണാം. മുത്തുനബിക്ക് മദ്ഹ് പറയുന്നത് അവിടുത്തെ ഖാദിമീങ്ങളിൽ പെടാനുള്ള ഒരു വഴിയാണ്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ വലിയ ഉസ്താദുമാർ വന്നാൽ അവർ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ ഖാദിമീങ്ങളെ പരതുന്നത് കാണാം. ഖാദിമീങ്ങളെ കൂട്ടാതെ സ്വർഗത്തിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. അവിടുത്തെ ജീവിതകാലത്ത് നേരിട്ട് ഖിദ്മത്തെടുക്കാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നീണ്ട 13 ആൾക്കാരെ പോലെ നമുക്കേതായാലും സാധ്യമായിട്ടില്ല. ഈ കാലത്ത് അവിടുത്തെ മദ്ഹ് പറഞ്ഞും എഴുതിയും വായിച്ചും പഠിച്ചും പാടിയും ഖിദ്മത്തെടുക്കാനുള്ള ഒരു വഴിയെയാണ് ഇമാം ബൂസരി റഹ്മഹുല്ലാ ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മള ഫി ശഅരി വൽ ഖിദമി എന്ന വരിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നല്ല പഠനത്തിന് അൽ ഉംദ ഫി ശറഹിൽ ബുർദ എന്ന ഇമാം ഇബ്നു അജീബ റഹിമഹുല്ലയുടെ ഗ്രന്ഥം നോക്കാം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത് പാടുന്നത് അതിലെ ഏതെങ്കിലും ഒരു അക്ഷരം സ്വീകരിച്ചാൽ, നമ്മൾ എഴുതിയ പുസ്തകത്തിൻ്റെ ലേഖനത്തിൻ്റെ, നമ്മൾ പാടിയ പാട്ടിൻ്റെ ഒരു വരി, ഒരു അക്ഷരം സ്വീകരിച്ചാൽ അത് മതി നമ്മൾ ആഖിറത്തിൽ, നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ലഭിക്കാൻ. ഈ പ്രതീക്ഷയാണ് പിൽക്കാല പണ്ഡിതരിൽ വളരെ പ്രസിദ്ധനായ ഇമാം ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഒരു ദുആ ഹദീസുകളുടെ ലോകത്ത് നമുക്ക് കാണാം. എന്താണത്? അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്. വിവിധ റിപ്പോർട്ടുകളിൽ കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോൾ, എൻ്റെ ഹസ്സാന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത അല്ല, മറിച്ച് ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ടോ, എഴുതുന്നുണ്ടോ, പാടുന്നുണ്ടോ, അവർക്കൊക്കെ ജിബ്രീലിൻ്റെ പ്രാർത്ഥന, ജിബ്രീലിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള സഹായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദലാലാത്തുൽ വാളിഹാത്ത് ഷർഹി ദലായിലുൽ ഖൈറാത്ത് എന്ന യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹിയുടെ കൊച്ചു കൃതി അത് എഴുതി വെക്കുന്നുണ്ട്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത്, എഴുതുന്നത്, പാടുന്നത് അതിനെ തിരിച്ചു പ്രതീക്ഷിക്കാവുന്നത് ചെറിയ സമ്മാനമൊന്നും അല്ല. കാരണം അബ്ബാസ് ഇബ്നു മിർദാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോൾ നബി തങ്ങൾ കൊടുത്തിരിക്കുന്നത് 500 രൂപ ചുരുട്ടി കൊടുത്തതല്ല, പിന്നെ 100 ഒട്ടകമാണ് കൊടുത്തേക്കുന്നത്. 100 ഒട്ടകം. ചെറുത് കൊടുത്ത് തങ്ങൾക്ക് ശീലമില്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലുകളുടെ ലോകത്ത് ഉള്ളറകളിലേക്ക് ചെന്നാൽ കാന അജ്വദന്നാസ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന, സ്വതക്ക ചെയ്യുന്ന ആളാണ് മുത്തുനബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശമാഇലിൻ്റെ ഗ്രന്ഥങ്ങളും എഴുതി വെക്കുന്നുണ്ട്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് 100 ഒട്ടകങ്ങൾ കിട്ടിയവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയത് 40 ആൾക്കാരാണ്. 100 ഒട്ടകം. ഇവിടെ ആരെങ്കിലും ഒരു ആജിയാരുണ്ടാവോ? 100 ബെൻസ് കാർ മുത്തഅല്ലിമീങ്ങൾക്ക് അല്ല പഠിപ്പിച്ച് ഉസ്താദിന് തന്നെ കൊടുക്കുന്നത്? 50 ഒട്ടകത്തിൻ്റെ കണക്ക് വേറെ വരുന്നുണ്ട്, 150ൻ്റെത് വേറെ ലിസ്റ്റ് ഉണ്ട്. ഹക്കീം ഇബ്നു ഹിസാം തങ്ങൾ കഥ പറയും, എനിക്ക് 300 ഒട്ടകം കിട്ടിയിട്ടുണ്ട്.
അത് വേറെ. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നത്? തഫ്സീറിന്റെ ആമുഖമായിട്ട് സുയൂത്തി ഇമാം എഴുതിയതാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. അതൊരു സ്വതന്ത്ര കിതാബാണെന്ന് പലരും വിചാരിച്ചേക്കണം. അല്ല, അതൊരു ആമുഖമാണ്. അദ്ദുറുൽ മൻസൂറിന്റെ ആമുഖമാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഒരു ആമുഖമാണ്. പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബല്ലാഡ്സ്. വേർഡ്സ്വർത്ത് ഒരു ആമുഖം എഴുതുന്നു. ആമുഖം ചിലപ്പോൾ ഒരു കിതാബാകും. ഇപ്പോൾ അതിലേക്ക് സമയമില്ല. ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്നത്, പാടുന്നത്, എഴുതുന്നത് അത് വലിയ ഇബാദത്താണ്. അങ്ങനെയാകുമ്പോൾ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. ദിക്റു സ്വാലിഹീന കഫാറ എന്ന് സ്വാലിഹീങ്ങളുടെ നേതാവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ മൗലിദിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ മതി, മൗലിദ് ചൊല്ലിയാൽ മതി, അതിൻ്റെ സംഘാടകരായാൽ മതി. സംഘാടകർക്കും പ്രത്യേകത ഉണ്ട്, വെറുതെ അല്ല. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, അൻസ്വാറുകളായ മദീനക്കാരെ ഇഷ്ടപ്പെടൽ ഈമാനിന്റെ ഭാഗമാണ് എന്നർത്ഥം വെച്ച് ഒതുക്കരുത്. ദീനിന്റെ സഹായികളായ ആരൊക്കെ സംഘാടകരുണ്ടോ അവരൊക്കെ സ്നേഹിക്കലും ഈമാന്റെ ഭാഗം. അവരെ സ്നേഹിക്കൽ തന്നെ ഈമാന്റെ ഭാഗം. അപ്പോൾ പിന്നെ അവരുടെ പ്രത്യേകത പറയാനുണ്ടോ? സംഘാടകർക്ക് എത്രമാത്രം പ്രത്യേകത ഉണ്ട്. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ. ഒരു കാര്യത്തിനെ ഒരു വസ്ഫ് വെച്ച്, ഒരു പ്രത്യേകത വെച്ച് മദഹ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രത്യേകത ഉള്ളവർക്കെല്ലാം മിക്കപ്പോഴും ആ മഹത്വങ്ങൾ ഉണ്ടാകും. അതൊരു പൊതു തിയറിയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ ഈ പ്രത്യേകതകളൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. വെറുതെ അങ്ങ് കിട്ടണല്ല, ചില ഗുണങ്ങളുണ്ട്. അതിലെന്താ കാര്യങ്ങൾ? ഒന്ന്, കള്ള് കുടിച്ചാൽ പൊതുവിൽ കള്ള് കുടിച്ച ഹറാമാണ് ഉണ്ടാവുക. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമാണ് ഉണ്ടാവുക. വ്യഭിചാരത്തിന്റെ ഗൗരവം കുറക്കല്ല, ശേഷമുള്ള കാര്യത്തിന്റെ ഗൗരവം കൂട്ടുകയാണ്. എന്താണ് ശേഷമുള്ള കാര്യം? മദീനയിൽ നിന്ന് അദബ് കേട് കാണിച്ചാൽ ഇതുവരെയുള്ള അമല് പൊളിഞ്ഞു. ഇതുവരെയുള്ള എല്ലാ അമലും ബാത്തിലായി പോവും. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാ. റൂമിന്റെ വാതിലങ്ങ് പൂട്ടിയിട്ട് ഉള്ളിൽ ഒതുങ്ങിയ ആളാ. കുറെ ദിവസമായിട്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാതിരുന്നപ്പോ അന്വേഷിച്ചു, രോഗിയാണോ? അങ്ങനെ അറിവൊന്നുമില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. എന്നൊന്ന് അന്വേഷിക്കണമല്ലോ. അയൽവക്കക്കാരായ സ്വഹാബിമാർ പോയി അന്വേഷിച്ചു. അന്വേഷിച്ച സമയത്ത് കിട്ടിയ വിവരം, ശബ്ദം ഉയർന്നു പോയാൽ, എവിടെ? തങ്ങളുടെ ചാരത്ത് വെച്ച് ശബ്ദം ഉയർന്നാൽ അൻതഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമല് മുഴുവനും പൊട്ടിപ്പൊളിന് പാളീസായി പോകുമെന്ന ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചിട്ട്, ഞാൻ ഓൾറെഡി നല്ല ശബ്ദമുള്ള ആളാണ്, എൻ്റെ ഇതുവരെയുള്ള അമൽ ഏതായാലും പോയി, ഇനിയുള്ളതെങ്കിലും അവിടെ നിന്നോട്ടെ എന്ന നിലപാടിലാണ് ആ മുഹിബ്, ആ സ്വഹാബി അവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. മജ്‌ലിസുകളിൽ നല്ല അദബ് ഉണ്ടാവണം.